യുദ്ധം നിർത്തണം എന്ന ആവശ്യം ഇപ്പോൾ അമേരിക്കയുടേതായി മാറിയിരിക്കുന്നു, ഇറാൻ്റെ അല്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഈ യുദ്ധം ലോകത്തെമ്പാടുമുള്ള അടുക്കളകളിലേക്ക്, വീടുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇറാൻ ആ തന്ത്രമാണ് പ്രയോഗിച്ചത്. അത് കൃത്യമായി ഫലിച്ചു. നോക്കൂ, കേരളത്തിൽ നമ്മളതിൻ്റെ ചൂടടിച്ച് തുടങ്ങിയിരിക്കുകയാണ്. ഹോട്ടലുകളിൽ ഗ്യാസുകൾ എത്തുന്നില്ല. അപ്പോൾ യൂറോപ്പിലെ സ്ഥിതി എന്തായിരിക്കും? മറ്റു പല സ്ഥലങ്ങളിലെ സ്ഥിതി എന്തായിരിക്കും? ബാരലിന് $100 മുകളിലേക്ക് ഇന്നലെ വില എത്തിയിരിക്കുകയാണ്. അപ്പോൾ യുദ്ധം എല്ലാ അടുക്കളകളിലേക്കും എത്തിയ ഒരു സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് ഇനി പിടിച്ചു നിൽക്കാനാവില്ല എന്നതാണ് ഇന്ന് യുദ്ധം നമ്മൾ ജയിച്ചു കഴിയുന്ന പ്രഖ്യാപനത്തിലൂടെ വന്നത്. എന്താണ് ആദ്യം പറഞ്ഞത്? ആദ്യത്തെ ദിവസം റെജീം ചേഞ്ചാണ് പറഞ്ഞത്. രണ്ടാമത്തെ ദിവസം പറഞ്ഞു ചർച്ച, താല്പര്യമുണ്ട്, അവർക്ക് താല്പര്യം, നമുക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞു. മൂന്നാം ദിവസം കുർദുകളെ ഇളക്കി വിടുന്നതിനെക്കുറിച്ചാണ്, കുർദുകളുമായിട്ട് ചേർത്തിട്ട് നമ്മൾ ഈ സാധനം റെഡിയാക്കുമെന്ന് പറയുന്നു. അഞ്ചാം ദിവസം ആകുമ്പോൾ ഇറാൻ ഒരു ഡീല് വേണം എന്നാണ് അഞ്ചാം ദിവസം പറയുന്നത്. ആറാം ദിവസം ആകുമ്പോൾ ഇത് മാറി അൺകണ്ടീഷണൽ സറണ്ടർ, അതല്ലാതെ ഞങ്ങൾ വേറെ ഒന്നിനും തയ്യാറല്ല എന്ന് പറയുന്നു. ഏഴാം ദിവസം എന്താ പറയുക? അത് അന്നാണ്, അതിൻ്റെ തലേ രാത്രിയാണ് ഇറാൻ്റെ സർക്കാർ പെഷസ്കാൻ്റെ ഒരു പ്രസ്താവന വരുന്നത്. ഈ ശത്രു രാജ്യങ്ങളെ, ഞങ്ങളുടെ അയൽ രാജ്യങ്ങളെ ഞങ്ങൾ ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അവരുടെ കൂടെ കൂടിയില്ലെങ്കിൽ എന്നുള്ളത്. അവരുടെ മുമ്പിൽ പൂർണ്ണമായും കീഴടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നത്. ഇത് 7 ദിവസത്തെ മാറി മാറി പറഞ്ഞ കാര്യങ്ങളാണ്. എന്നിട്ട് 10ാം ദിവസമായപ്പോഴത്തേക്കും റൂബിയോ എന്താ പറഞ്ഞത്? ഇതെല്ലാം വിട്ടിട്ട് പറഞ്ഞു മിസൈലുകളുടെ ലോഞ്ചർ പാഡുകൾ തകർക്കുകയും മിസൈലുകളുടെ സ്റ്റോക്ക് പൈലുകൾ തകർക്കുകയും മിസൈൽ നിർമ്മാണശാലകൾ തകർക്കുകയുമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞു. ഏതാ ഇന്നലെ? എവിടുന്ന് തുടങ്ങി എവിടെ എത്തിയെന്ന് നോക്കൂ. എന്നിട്ട് ഇന്ന് രാവിലെ പറയുകയാണ് യുദ്ധം കഴിഞ്ഞു, എല്ലാവരും വീട്ടിൽ പോ എന്നാണ് പറയുന്നത്. ഇത് ഒരു കൺസിസ്റ്റൻസി ഇല്ലാതെ എവിടെ തുടങ്ങി, എന്തിനു തുടങ്ങി, എന്താണ് ലക്ഷ്യം, ഇതൊന്നുമില്ലാതെ ഉഴലുന്ന ഒരു അമേരിക്കയാണ് നമ്മൾ കാണുന്നത്, ഇസ്രായേലിനെയാണ് കാണുന്നത്. ഇത് വെറുതെ പറയുന്നതല്ല. 4 ദിവസം കൊണ്ട് യുദ്ധം കഴിഞ്ഞ് വീട്ടിൽ പോകാൻ തന്നെയാണ് ഇവർ ഉദ്ദേശിച്ചതെന്ന് തോന്നണം. അല്ലെങ്കിൽ ഇത്രയും വലിയൊരു തിരിച്ചടി ഇറാൻ്റെ ഭാഗത്തുണ്ടാകുമെന്ന് ഇത്ര വലിയ യുദ്ധ വിദഗ്ധന്മാർക്ക് മനസ്സിലായില്ല. ലോകത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തുമെന്നും ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുമെന്നും എല്ലാ ഗൾഫ് രാജ്യങ്ങളെയും ആക്രമിക്കുമെന്നും ഒക്കെ ഇവർക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ വിഡ്ഢികൾ എന്നേ പറയാനുള്ളൂ. ഏത് സാധാരണക്കാരനും മനസ്സിലാകാവുന്ന യുക്തിയാണ്. എന്തായാലും 10 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ സമ്മർദ്ദം ഇറാനെ നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തൊരവസ്ഥയിലായിരിക്കാം. ഒന്ന്, അല്ലെങ്കിൽ ഇറാൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തെക്കാൾ IRGC ചാവാൻ തയ്യാറായി സൂയിസൈഡ് മിഷനുകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. നമുക്കറിയില്ല ഇറാനകത്തുള്ള ഇൻറ്റേർണൽ ഡൈനാമിക്സ് എന്താണെന്നുള്ളത്. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇനി ഇന്ധനവില ഇങ്ങനെ കുതിച്ചു കയറുകയും ലോകം മുഴുവൻ പ്രശ്നത്തിലാവുകയും ചെയ്താൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് അമേരിക്കയ്ക്ക് യുദ്ധം നിർത്തിയേ പറ്റൂ. അതുകൊണ്ടാണ് ട്രംപ് യുദ്ധം നമുക്ക് വേണമെങ്കിൽ നിർത്താം, ഒരാഴ്ചയ്ക്ക് ഈ സാധനം തീരും എന്ന് പറയുന്നത്. അപ്പോൾ എന്താ നിങ്ങൾ നേടിയതെന്ന് ചോദിച്ചാൽ എന്താ? റഷ്യയും ചേഞ്ച് ഉണ്ടായോ? ഇല്ല. ആകെ ചെയ്ത് തീർക്കാൻ ഇനി ആകെ സാധ്യത മിസൈലുകളുടെ കൂമ്പാരം എങ്ങനെയെങ്കിലും ഒന്ന് തീർത്ത് തിരിച്ച് ഇറാൻ അടിക്കരുത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ യുദ്ധം നിർത്തും. അതായത് ഗൾഫ് രാജ്യങ്ങളെ ഇനി അടിക്കരുത്, നമ്മൾ യുദ്ധം നിർത്താം എന്ന് പറഞ്ഞ് പിന്മാറാൻ പോകുന്ന അമേരിക്കയാണ് നമ്മൾ കാണുന്നത്. അതാണ് ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ട്രംപിൻ്റെ സ്ട്രാറ്റജി. കുഴിച്ച കുഴിയിൽ വീഴുന്നൊരവസ്ഥയാണ്. അപ്പോൾ എന്താണ് ഇറാൻ്റെ മറുപടി? നമ്മളീ പറഞ്ഞ മറുപടിയല്ല, യുദ്ധം ഞങ്ങൾ നിർത്തുന്നു എന്ന് മാത്രമല്ല അവർ പറഞ്ഞത്. അവർ പ്രഖ്യാപിച്ചു, IRGCയുടെ എയറോസ്പേസ് വിഭാഗം പറഞ്ഞു, ഇനി മുതൽ ഞങ്ങൾ അയക്കുന്ന മിസൈലുകളുടെ പേലോഡ്, അതായത് സ്ഫോടക വസ്തുക്കൾ 1 ടണ്ണിൽ കുറയില്ല. ഇതുവരെ 500 കിലോ ആയിരുന്നെങ്കിൽ 1 ടണ്ണിൽ കുറയാത്ത പേലോഡുകളായിരിക്കും, സ്ഫോടക വസ്തുക്കളായിരിക്കും പോർമുനയായി ഞങ്ങളുടെ മിസൈലിൽ കൊടുക്കാൻ പോകുന്നതാണ്. യുദ്ധം നിർത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഇത് ഖത്തറിൻ്റെ മുൻ പ്രൈം മിനിസ്റ്ററുടെ ഒരു പ്രസ്താവന ഇവിടെ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട്. ഞങ്ങൾ യുദ്ധത്തിൽ പങ്കെടുക്കില്ല. എന്താ കാരണം? ഞങ്ങൾ യുദ്ധത്തിൽ പങ്കെടുത്താൽ ആ നിമിഷം അമേരിക്ക പിന്മാറും. പിന്നെ ഞങ്ങൾക്ക് വേണമെങ്കിൽ ആയുധം ഞങ്ങൾക്ക് വിൽക്കുന്ന വ്യാപാരിയായി അമേരിക്ക മാറും. പിന്നെ ഞങ്ങൾ തമ്മിൽ അടിച്ചോളും. അമേരിക്ക എല്ലാവർക്കും ആയുധം വരും, ഇതൊരു കച്ചവടമായി വരും. അതുകൊണ്ട് ഞങ്ങൾ യുദ്ധത്തിനില്ല. ഇത് അമേരിക്കയുടെ യുദ്ധമാണ്, അമേരിക്ക തന്നെ യുദ്ധം തീർക്കണം. എത്ര ഞങ്ങളെ ആക്രമിച്ചാലും, ഖത്തർ പറഞ്ഞ് എത്ര ഞങ്ങളെ ആക്രമിച്ചാലും ഞങ്ങൾ ഈ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോകുന്നില്ല എന്ന് പറയുകയാണ്. ചുരുക്കത്തിൽ അമേരിക്കയുടെ മുമ്പിലുള്ള ഓപ്ഷൻസ് മുഴുവൻ അവസാനിക്കുകയാണ്. യുദ്ധം നീണ്ടുപോയാൽ അമേരിക്ക ജയിക്കുമെന്നും, ഇപ്പോൾ ഹമാസിനെ തകർത്തതുപോലെ, ഫലസ്തീനെ നശിപ്പിച്ചതുപോലെ, ഗസ ഇല്ലാതാക്കിയതുപോലെയൊക്കെ അമേരിക്ക ചെയ്യാൻ പറ്റുന്ന തർക്കമൊന്നുമില്ല. കൂടെ കൂടുതൽ സമയമെടുക്കുമായിരിക്കും. വളരെ വലിയ രാജ്യമാണ്, എയർ സ്പേസ് തുറന്നു കിടക്കുകയാണ്, ഇഷ്ടംപോലെ ബോംബുകൾ അടിക്കാം. പക്ഷേ തിരിച്ചടിക്കാനുള്ള ഇറാൻ്റെ ശേഷി ഒരു വശത്ത്, 2 അതിന് അമേരിക്കയ്ക്ക് ചിലവാകുന്നത് അതിഭീകരമാണ്. ലോകം മുഴുവൻ ഇതിൻ്റെ വില കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അമേരിക്കയ്ക്ക് ചെറുത്ത് നിൽക്കാനാവില്ല, അമേരിക്കത്തെ റെസിസ്റ്റ് ചെയ്യാനാവില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിക്കാനുള്ള ഒരു വഴി നോക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു വാർത്ത കൂടെ വരുന്നുണ്ട്, പുടിനെ ട്രംപ് വിളിച്ചിരിക്കുന്നു.
ഈ മുത്തം ബഹളങ്ങൾക്കിടയിൽ എന്തിനാണ് ആ സംഭാഷണം നമുക്കറിയില്ല, പക്ഷേ ആ വാർത്ത വരുന്നുണ്ട്. അപ്പോൾ വെടിനിർത്താനുള്ള എല്ലാ ശ്രമങ്ങളുമായി അമേരിക്ക ഇറങ്ങിയിരിക്കുകയാണ്. വേണമെങ്കിൽ ട്രംപിൻ്റെ കാലുപിടിക്കും, എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളത് ഈ അമേരിക്കയുടെ ആവശ്യമായി മാറിയിരിക്കുകയാണ്. ട്രംപിൻ്റെ അമേരിക്കയുടെ ഒരു യുദ്ധ പദ്ധതി കൂടി കുളമായി എന്ന് വേണം നമുക്ക് തൽക്കാലം ഈ അവസ്ഥയിൽ പറയാൻ.